എല്ലാവർക്കും നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അതുൽ വ്ളോഗ്സ്. കൊള്ളാല്ലേ, ഞാൻ തന്നെ. ഓക്കെ, അപ്പോൾ വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ചരിത്രത്തിൽ ആദ്യമായി കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിൽ കുളിച്ചിരിക്കുന്നു. ഇതിന്റെ അപ്പുറം ഇനി എന്താണ് ഞങ്ങൾ ഞെട്ടേണ്ടത്? ഞങ്ങൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമാണ് ഇന്ന് അപ്രതീക്ഷിതമായി നടന്നത്. ഈ ജാസ്മിൻ കുളിച്ചത് എന്തുകൊണ്ട് എന്ന റീസൺ ഞാൻ ഒരുപാട് തേടി അലഞ്ഞു. അവസാനം എനിക്ക് അതിന്റെ ഉത്തരം കിട്ടി. കാരണം വേറൊന്നുമല്ല, ഗബ്രി പുറത്തായ സന്തോഷത്തിൽ ജാസ്മിൻ കുളിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്, എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കേരളക്കരയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ജാസ്മിൻ കുളിച്ചിരിക്കുന്നു. ഗായ്സ്, കുളിച്ചിരിക്കുന്നു. എന്തിന്? ഹൗസിന്റെ അകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റന്റുകൾ അടക്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ജാസ്മിൻ ഇങ്ങനെ ഒരു കുളി നടത്തിയത്. ആ കുളി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ എല്ലാവരുടെയും മുഖങ്ങളിൽ ആ ഒരു അമ്പരപ്പും ആകാംക്ഷയും ഞാൻ കണ്ടിരുന്നു. നിങ്ങളും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞെട്ടിച്ചുകൊണ്ട് ജാസ്മിൻ കുളിച്ചു ഗായ്സ്. പക്ഷേ വർഷത്തിൽ ഒരിക്കലാകാം, ഇനി ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം, അടുത്ത ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോഴായിരിക്കാം ചിലപ്പോൾ ജാസ്മിൻ കുളിക്കുന്ന. വോട്ടവർ ഇറ്റ് ഈസ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അതെന്നാലും ഞെട്ടിച്ചിരിക്കുന്നു എന്നെ. നിങ്ങളെ ഞെട്ടിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞെട്ടാൻ പോകുന്ന മറ്റു രണ്ട് സംഭവം, ഞാൻ ചരിത്രത്തിൽ ആദ്യമായി കുളിച്ചാലും എനിക്ക് വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വൃത്തിയോടെ ഇരിക്കത്തില്ല. എനിക്ക് വൃത്തി ഇഷ്ടമല്ല. ഓക്കെ, ഫൈൻ, ആയിക്കോട്ടെ. പക്ഷേ ഞാൻ അപ്പോഴും പറയും, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, സോഷ്യൽ മീഡിയ അല്ലേ, ഒരു കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഷോ അല്ലേ, ഒരു റിയാലിറ്റി ഷോ അല്ലേ, അവിടെ വന്നിട്ട് കുറച്ച് വൃത്തി അഭിനയിക്കെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ജാസ്മിൻ ഒരിക്കലും ഞാൻ അഭിനയിക്കത്തുമില്ല, ഒന്നുമില്ല, എനിക്ക് വൃത്തിയില്ലായ്മയാണ് എൻ്റെ ടാഗ് ലൈൻ. ജനങ്ങൾ എന്നെ വിളിക്കുന്നത് വൃത്തിയില്ലാത്ത ജാസ്മിനെ എന്നാണ് ജാസ്മിൻ സ്വയം പുകഴ്ത്തി പറയുന്നത്. എന്തായാലും വൃത്തിയില്ലായ്മയുടെ മറ്റൊരു ഘട്ടം ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഗായ്സ്. നിങ്ങൾ ഈ കാണുന്ന ജാസ്മിനെ തന്നെയാണ്. വിരൽ ചൂപ്പുന്നു, വീണ്ടും ചൂപ്പുന്നു, മാറി ചൂപ്പുന്നു, ചൊറിയുന്നു, തുടയ്ക്കുന്നു, തുടയിൽ തന്നെ തുടയ്ക്കുന്നു, വീണ്ടും അറിയാത്ത പോലെ ഇരിക്കുന്നു. ഈ ജാസ്മിനെയാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ജാസ്മിൻ? എനിക്ക് അറിയാൻ പാടില്ലാത്തോട് ചോദിക്കുകയാണ് ഗായ്സ്. കുളിച്ചാൽ എന്താ, കുളിച്ചില്ലെങ്കിൽ എന്താ? വൃത്തിയില്ല, അത് മെയിനാ. വൃത്തിയിലാണ് എൻ്റെ ഹൈലൈറ്റ്. ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് സർപ്രൈസ് കൊടുത്തുകൊണ്ട് ജാസ്മിൻ കുളിച്ചില്ല, അത് തന്നെ വലിയൊരു കാര്യമില്ലേ? അതിനെയാണ് നമ്മൾ ആദ്യം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇനിയെങ്കിലും ആണ്ടിലാവണമെങ്കിലും കുളി എന്ന് എനിക്കും പറയാവുള്ളൂ. നിങ്ങൾക്കും അതാണെങ്കിൽ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എന്തായാലും കുളിച്ചില്ലേ, ആശ്വാസം. ഇത്രയും ദിവസം ആ പാവം ഗബ്രിയെ നാറ്റിച്ച് അവൻ്റെ അടുത്ത് വരുന്ന നാറിയിരുന്നു. അവ എങ്ങനെ സഹിച്ചിരുന്നെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ചരിത്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ച കൂട്ടത്തിൽ ഗബ്രി പോയ സന്തോഷത്തിൽ ജാസ്മിൻ കുളിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു മൊട്ടം കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോനെ ഞാൻ ചിരിച്ച് നെയ്യ് വന്നെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരിയുടെ ലെവലിലാണ് ഞാൻ ചിരിച്ചിട്ടുള്ള മക്കളെ. ഈ നമ്മളെ എവിക്റ്റായി ഇടയ്ക്ക് പോയിട്ടില്ലേ മുനാറാണി, അവര് തള്ളു കേട്ട് കഴിഞ്ഞാൽ എൻ്റെ വടച്ചോനെ ഞാൻ നിന്നെടുത്ത് പൊങ്ങിപ്പോയി, താന്നുപോയി. അമ്മാതിരി തള്ളാവുള്ളൂ അവര്. ഞാനാണ് ഇവിടെ കണ്ടന്റ് ക്യൂൻ, ഞാനാണ് ഇവിടെ കണ്ടന്റ് ക്യൂൻ. ഞാനില്ലെങ്കിൽ കണ്ടന്റ് ഇല്ല. ഞാൻ മൊത്തം കണ്ടന്റ് വാരി വെതറിക്കൊണ്ടിരുന്നതാണ്. ഈ സാധനം ഒന്ന് തള്ളുന്നുണ്ട്, കൊടുക്കാം. ആദ്യത്തെ 2 ആഴ്ച ഫുൾ പോയ കണ്ടന്റ് മുഴുവൻ യമുന റാണി എന്ന വ്യക്തിയിലൂടെ തന്നെയാണ്. യമുന റാണി തന്നെയായിരുന്നു അതിന്റെ സെന്റർ ഓഫ് എന്താ പറയാ, അട്രാക്ഷൻ, കണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ പോലും അറിയാതെ അതിൽ വന്ന് പെട്ടതാണെങ്കിൽ കൂടിയും ഞാൻ തന്നെ ആയിരുന്നു കണ്ടന്റ് ക്രിയേറ്റർ. ഒരു പ്ലാനും ഇല്ലാതെ ഗെയിമിൽ വന്നിട്ട് ആദ്യത്തെ 2 ആഴ്ച ഇത്രയും ജനങ്ങൾ ആ ഷോ ഇത്രയും ഇതായിട്ട് കണ്ടു തുടങ്ങിയ ആദ്യത്തെ 2 ആഴ്ചയാണല്ലോ പബ്ലിക്കിന് ഇത് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളൊരു ഇത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു ഇത് കണ്ടന്റ് കൊടുത്തത് യമുന റാണി തന്നെയാണ്. ഈ അവകാശവാദം ശരിക്കും അനാവശ്യമല്ലേ? ഒരു അനാവശ്യമല്ല, ഒരു പൊങ്ങച്ചുമല്ല. ആദ്യത്തെ 2 ആഴ്ചത്തെ എപ്പിസോഡ്സ് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കൂ, അപ്പൊ മനസ്സിലാവും. നമ്മൾ നന്നായിട്ട് കണ്ടന്റ് എപ്പിസോഡ് എവിടെയാണ് കണ്ടന്റ് എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടില്ല. കണ്ടന്റ് ഇനി ബിഗ് ബോസ് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇല്ല, എപ്പിസോഡിൽ വന്നെന്നല്ലേ പറഞ്ഞ. അവൻ തന്നെ പറയുന്നുണ്ട് ഇത് ഇത്തിരി പൊങ്ങച്ചല്ലേ ആ പയ്യൻ. എന്തുവാ യമുന ചേച്ചി തള്ളി മറിക്കുന്നത്? അതിൽ വന്നിട്ടുള്ള 2 കമന്റ് ഞാൻ വായിക്കാം. എന്തോന്ന് അവിടെ ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞില്ല, പിന്നെയാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങളവിടെ ഉള്ളതുപോലെ നമ്മൾ അറിഞ്ഞില്ല, പിന്നെയാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ. ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നടുക്കുന്ന അട്രാക്ഷനാണ്. എന്തെങ്കിലും ആവട്ടെ. ആ മുട്ടുവേദന എപ്പിസോഡ് ആൻറ്റി കലക്കി, ബാക്കിയെല്ലാം ഉറക്കമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ മൊത്തത്തിൽ അവിടെ ഒരു അടുക്കള സെറ്റപ്പിൽ അവരങ്ങ് ഒതുങ്ങി കൂടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന പോലെ കണ്ടന്റ് ക്യൂവിനൊന്നും ഞാൻ അവിടെ കണ്ടില്ല. തള്ളി മറിക്കുമ്പോൾ കുറച്ചൊക്കെ മയത്തിൽ തള്ളണം, അല്ലെങ്കിൽ ഏറിപ്പോവും. മനസ്സിലായ? ഇതിപ്പോൾ നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട് ഏറി പറഞ്ഞു വിടാനായിട്ട്. ഇതിപ്പോൾ കേരപ്പൊക്കോ എന്തായാലും
സ്വയമേ വിളിച്ചു വരുത്തിയ വണ്ടിയല്ലേ, കയറിപ്പോ, അതാണ് നല്ലത്. കയറിപ്പോ, അല്ലാതെ ഞാൻ ഇപ്പം എന്തോന്ന് പറയാം, ചുമ്മാ വന്നിട്ടും തള്ളയാണ്. മയക്കും കണ്ടു ഇന്റർവ്യൂവിനും വിളിച്ച്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തന്നെ എന്നെ ഞാൻ മാസാക്കാം, എനിക്ക് ഒരു പട്ടിയുടെ അവകാശം വേണ്ട, ഞാൻ തന്നെ എനിക്ക് കിങ് എന്നുള്ള ലെവലിൽ കയറിയെന്ന് തള്ളി മറിക്കുകയാണ് യമുന ചേച്ചി. നിങ്ങൾ എന്ത് വിട്ടുവായി പറയുന്നത്? എനിക്കൊരു കോക്കനട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. മെയിൻ വിഷയം വേറെ ഒന്നുമില്ല, ജാസ്മിൻ ജാഫർ ഇന്ന് കുളിച്ചു. ഇന്ന് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു മഴ ഇനി വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ജാസ്മിൻ കുളിച്ച സാഹചര്യത്തിൽ തന്നെ ഇവിടെ ചൂട് അതീവമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നടക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കുക. ഇനി കാക്ക മലന്ന് പറക്കുവോ, കാക്ക കൊക്കാവോ, കൊക്ക് കാക്കയാവോ, എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ചരിത്രത്തിൽ ഞാൻ ഇതുവരെ കാണാത്ത ഒരു എക്സ്ട്രീം ലെവലിൽ സംഭവങ്ങളൊക്കെ നടന്നു പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ വിധിക്കുന്ന വിധിയിലെ അപ്പുറമായിരിക്കുമല്ലോ നടക്കുന്ന സംഭവങ്ങൾ. അതുപോലെയാണ് ജാസ്മിൻ്റെ കുളി. ആരും പ്രതീക്ഷിച്ചില്ല, സത്യം ആരും പ്രതീക്ഷിച്ചില്ല. അപ്പം നിങ്ങളൊക്കെ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിൽ കുറേ മറ്റേവന്മാർ വരും, ഏത് സപ്പോർട്ടേഴ്സ്, ജാസ്മിൻ സപ്പോർട്ടേഴ്സ്, ജാസ്മിൻ ഉയിര് ബാക്കിയെല്ലാം തരും എന്ന് പറയുന്ന ടീംസ് വന്ന് മെഴുകാൻ നിൽക്കേണ്ട മക്കളെ, നിൽക്കേണ്ട. മനസ്സിലായ? എനിക്ക് കണ്ടന്റ് കിട്ടിയാൽ ഞാൻ ഊക്ക തന്നെ ചെയ്യും. കാരണം ചെയ്യുന്ന നല്ല കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ ഈ കുളിച്ചത് നല്ല കാര്യമാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇത്രയും കാലം കുളിക്കാതെ ഇന്ന് ബക്കറ്റും പിടിച്ചുകൊണ്ട് എന്തിനാണ് പോയെന്ന് കണ്ടന്റ് കൊടുത്തതാ. ഊക്കലായാലും ചിലവർക്കൊരു വിഷയമുണ്ട്, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, എന്നെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, ആ ഗണത്തിൽ പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗബ്രി, നീ പുറത്തിരുന്ന് കാണുന്നുണ്ടെങ്കിൽ നീ മനസ്സിലായിക്കോണം, നീ ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം പോലും കുളിക്കാത്ത കുട്ടിയാ ഇന്ന് കുളിച്ചിരിക്കുന്നു. എന്ത് പറ്റി രമണി? രമണ, ഗബ്രി, എന്തൊക്കെ കാണണം. നീ ഒരു പോങ്ങനായതുകൊണ്ട് കുഴപ്പമില്ല, പോട്ട്. ഇത്രയും ദിവസം നിന്റെ അടുത്ത് നാറിയാണ് വന്നിരുന്നത്, ഇന്ന് കുളിച്ചിരിക്കുന്നു. നീ ഇങ്ങനെ നട തൂക്കിയിട്ടുണ്ട്, മീൻസ് കൊട തൊപ്പിയ എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ടുണ്ട് നട, താക്കോല് എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ടുണ്ട് നട, നിന്റെ ഇഷ്ടം. അപ്പൊ ഇത്രയൊക്കെയാണ് കൊച്ചു കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഇനിയും പല അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. സാബുമോൻ വന്നിട്ടുണ്ട്, എപ്പിസോഡും കണ്ടില്ല, ലൈവ് കാണാൻ പറ്റിയില്ല, കുറച്ചൊക്കെ ഇരുന്ന് കണ്ട്. ഇനി പലതും നമ്മൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ, നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കേരളക്കരയിൽ പലതും സംഭവിക്കും. നമ്മൾ ആരും പതറരുത്. ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പലതും കാണും. കാരണം ഇനി ഗബ്രി പോയത് കൊണ്ട് അവൾ മാറ്റിപ്പിടിക്കുമല്ലോ. മാറ്റിപ്പിടിച്ചിട്ട് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ അവൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇന്ന് ബക്കറ്റും കൊണ്ട് ഈ വന്നതുപോലെയൊക്കെ വരും. പലതും സംഭവിക്കും. കൊച്ചു കേരളത്തിൽ പലതും സംഭവിക്കും. നമ്മളിതെല്ലാം കണ്ട് നമ്മൾ മനക്കട്ടിയോടെയും ബലത്തോടെയും നമ്മൾ ഇരിക്കണം. അല്ലെങ്കിൽ തളർന്നു പോകും. ഞാൻ എന്ത് പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ? എനിക്ക് പോലും മനസ്സിലാവില്ല ഞാൻ എന്തോന്ന് പറയണത്. പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും കൊള്ളാം. കാര്യങ്ങളൊക്കെ ഇത്രയും നടന്ന സ്ഥിതിക്ക് ബിഗ് ബോസ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ബക്കറ്റും തോർത്തും കൊടുത്ത് സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ജാസ്മിൻ ഇന്നെങ്കിലും കുളിച്ചല്ലോ. ഇത്രയും ദിവസത്തിൽ ഒരു കുളി കഴിഞ്ഞതിൽ നന്നായി. പക്ഷെ വീണ്ടും വൃത്തിയില്ലായ്മ എൻ്റെ കുടുംബ സ്വത്താണെന്നുള്ള രീതിയിൽ ഞാൻ പലതും കടിക്കും, ചൊറിയും, മാന്തും, മൂക്കിൽ നിന്നൊക്കെ കിണ്ടും, തുമ്മും, തെറിക്കും, തുടയ്ക്കും, എല്ലാം ചെയ്യും. എന്തായാലും നടക്കട്ടെ. ഗബ്രി ആ എവിക്റ്റായ ദിവസം ഉണ്ടല്ലോ, കുറേ കരഞ്ഞ് ഇവള് ഗബ്രിയെ കെട്ടിപ്പിടിച്ച് മൂക്കളൊക്കെ പിഴിഞ്ഞാണ്ട് രാത്രി തയ്ച്ചു കൊടുത്തു. റസ്മിന് കൊടുത്തു, കുറേ സൂപ്പറായിരുന്നു. അവൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. യമുന ചേച്ചിയുടെ തള്ളും ജാസ്മിൻ്റെ കുളിയും സൂപ്പർ അല്ലേ? പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.